ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാനായി സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ക്വാർട്ടേഴ്സുകൾ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒഴിയില്ലെന്ന് തൊഴിലാളികൾ. ഫാക്ടറി ഓഫീസ്, കെട്ടിടം, എസ്റ്റേറ്റ്, ബംഗ്ലാവ് ഉൾപ്പെടെയുള്ള 4 ക്വാർട്ടേഴ്സുകളാണ് റവന്യൂ വിഭാഗം ഏറ്റെടുത്തത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് ഏറ്റെടുത്തതിനു പിന്നാലെ ക്വാർട്ടേഴ്സുകൾ ഒഴിയണമെന്ന് വ്യക്തമാക്കി റവന്യൂ വിഭാഗം അധികൃതർ നോട്ടീസ് പതിപ്പിച്ചിരുന്നു. എസ്റ്റേറ്റ് ഉടമയിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഫാക്ടറി കെട്ടിടം ഉൾപ്പെടെയുള്ള അനുബന്ധ കെട്ടിടങ്ങൾ ഏറ്റെടുത്തത്. സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഒഴിയില്ലെന്ന നിലപാട് തൊഴിലാളികൾ സ്വീകരിച്ചു. ഇതോടെ ആൾതാമസമുള്ള 4 ക്വാർട്ടേഴ്സുകൾ ഏറ്റെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇനി ഈ ഇത്ര 28 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾക്ക് എവിടെയെങ്കിലും പോയാലും ജോലി നമ്മുടെ നല്ല സമയം മുഴുവൻ ഈ കമ്പനിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കി. ഇനി കിട്ടാനുള്ളതും കിട്ടുന്നില്ല. നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്തതിൻ്റെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുക? പോയി വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ കൈവശമുള്ള 64 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത്. തർക്കം നിലനിൽക്കുന്നതിനാൽ തൊഴിലാളികൾ താമസിക്കുന്ന പാടി റൂമുകൾ ഏറ്റെടുത്തിട്ടില്ല. പ്രതിഷേധവുമായി രംഗത്ത് വന്ന ജീവനക്കാരോട് രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, വയനാട്.